ഇതാണ് തിക്കോടി ബീച്ച്. സാധാരണ ബീച്ച് നല്ല സ്പേസും വണ്ടി കുറവൊക്കെ ആയിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കടൽ നന്നായിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെയൊക്കെ ഇന്നലൊക്കെ നല്ല വെള്ളമായിരിക്കുമല്ലോ, എന്തോ പൂഴിയൊക്കെ നന്നായിട്ട് പൊതിർന്ന് നിൽക്കുന്നു. ഇന്നലൊക്കെ നല്ല വെള്ളമായിരിക്കുമല്ലോ, എന്തോ പൂഴിയൊക്കെ നന്നായിട്ട് പൊതിർന്ന് നിൽക്കുന്നു. എന്നിട്ടും ആളുണ്ട്. ഇന്ന് മീറ്റപ്പ് ദിവസമായിരുന്നു. പക്ഷേ മീറ്റപ്പ് സഫാരിൻ്റെ ഒരു 5-7 വണ്ടിയോളം മീറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും പല പണിയായിട്ട് മീറ്റപ്പ് ഒഴിവായതാണ്. അപ്പം നമ്മൾ മാത്രം വന്നു. പക്ഷെ ഇന്ന് വരാത്ത നന്നായി ഒരു കണക്കിന് മീറ്റപ്പ്. കാരണം ചിലപ്പോൾ ഇവിടെ വണ്ടി താഴ്ന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ നന്നായിട്ട് വെള്ളമുണ്ട്. പൂഴി ഭയങ്കര സോഫ്റ്റാണ്, അത്ര വലിയ ഹാർഡല്ല. പല വണ്ടികളും നേരത്തെ അവിടെ താണിച്ച് ബുദ്ധിമുട്ടുന്ന കണ്ടു. പക്ഷെ അങ്ങോളം വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഒരു കാറ് ഇപ്പം അങ്ങ് വരെ പോയിട്ടുണ്ട്. ആ ബൈക്ക് പോകുന്നില്ലേ, ആ ബൈക്ക് പോകുന്ന സ്ഥലത്തൂടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ പോവാം. പക്ഷെ എനിക്കൊരു പേടി. പിന്നെ ഇത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് വന്ന് ഇവിടെ എത്തിയതാണ്. പിന്നെ അതോടെ തിരിച്ചു പോക്ക് നടക്കൂല. ഇവിടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുവഴിയൊക്കെ പോവാം നമുക്ക്. നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഈ ബീച്ച് ഇങ്ങനെ കച്ചറയാവുന്നത് നമ്മൾ കൊണ്ടിടുന്ന കച്ചറ അല്ല കേട്ടോ. ഈ തിരമാല അടിച്ച് ഇങ്ങോട്ടേക്ക് എത്തി അത് ഇവിടെ തങ്ങി നിൽക്കുന്നതാണ്. ഇതിൽ മീനുണ്ടാ, നല്ല രസമുണ്ട് ഈ വെള്ളം കാണാൻ. പക്ഷെ കാല് താഴ്ന്നു പോകുന്നുണ്ട് അവിടെ. ചെറിയ മീനുകളുടെ ഇഷ്ടം പോലെ ഇതിനകത്ത്. എൻ്റെ ക്യാമറയിൽ ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല ചെടി വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന. കടൽ നല്ല ഹെവി സൗണ്ടൊക്കെ ആയിട്ടാണ്. നല്ല അടിപൊളിയാണ് ഇന്നത്തെ ഒരു ഫീല്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. നമ്മുടെ വണ്ടികളാ ഇവിടെ ഒരു 7 വണ്ടി ഉണ്ടാവുമായിരുന്നു ഇന്ന് വന്നിരുന്നെങ്കിൽ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. നമുക്ക് അങ്ങ് പോയാലോ? വണ്ടി താണു പോകുമെന്നാണ് പേടി. അത് അങ്ങനൊരു ടാറ്റ ടിയാഗോ അല്ലേ വരുന്നത്? ടിയാഗോ അല്ലെങ്കിൽ i10 വരുന്നത്. അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം വേണമെങ്കിൽ.
നമ്മൾ പോയി വന്നു. നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ ഇവിടുത്തെ. പക്ഷേ ഇന്ന് ഭയങ്കര മഴയാണ്. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നുപോയി. ലൈറ്റ് ഓഫ് ആക്കാത്തത് കൊണ്ടാണ് കീ പറയുന്നത്. കുറച്ച് ചളി തെറിച്ചിട്ട്, ചളിയല്ല മറ്റേ പൂഴി. ഞാൻ വളരെ സ്ലോ ആയിട്ട് ഓടിച്ചതാണ്. ബീച്ചിൽ കൂടി ഓടിക്കരുത്, നന്നായിട്ട് തുരുമ്പ് വേഗം വരും. പക്ഷേ ഞാൻ വളരെ സ്ലോ ആയിട്ട് ഓടിച്ചതാണ്. എന്നാൽ പിന്നെ അടിയിൽ തെറിക്കാത്ത രൂപത്തിൽ. എൻ്റെ പെങ്ങളെ വീടാണ്, പെങ്ങളെ വീട്ടിലാണ്. ഇന്നത്തെ ചളി, നമ്മളെ ചളി ധരിക്കുന്ന ഏരിയാസ് ഇതൊക്കെയാണ്. ഈ ഫോട്ടോസ് മൊത്തം അത് ഈ ഫ്രണ്ടിലത്തെ ഈ മഡ് ഗാർഡിനൂടെ മഡ് ഫ്ലാപ്പില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഈ സൈഡിൽ മാത്രം, ഇവിടെ മാത്രം. അതുകൊണ്ടാണ് ഇപ്പുറത്തെ ഫുട്രസ്റ്റ് അങ്ങനെ ചളി ധരിക്കേണ്ടത്. എന്തായാലും നമുക്ക് അവിടെയും കൂടി വെക്കാം. ഞാൻ വളരെ മെല്ലനെയാണ് ഓടിച്ചത്. ചളിയിൽ നിന്നെല്ലാം നമ്മൾ ബമ്പറിൻ്റെ കളർ സെപ്പറേറ്റ് എടുത്ത് പിടിക്കുന്നുണ്ടോ. പുതിയ പെയിൻ്റ് ആയതുകൊണ്ട് വണ്ടി മൊത്തത്തിൽ ഒരുമിച്ച് ടച്ച് ആൻഡ് പോളിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് വിചാരിക്കണം. അല്ല പിന്നെ മാറ്റി അടിപ്പിക്കേണ്ടി വരും. എനിക്ക് ഈ വണ്ടീൻ്റെ കളർ മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. നമ്മുടെ നാർഡോ ഗ്രേയുടെ ഡാർക്ക് അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. രസം ഉണ്ടാവുമെന്നറിയില്ല, നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നോക്കാം. വണ്ടി നമ്മൾ നന്നായിട്ട് കഴുകി കേട്ടോ. ഇന്ന് പൂഴിയിൽ മറ്റേ കടപ്പുറത്ത് ഓടിച്ചതുകൊണ്ട് അടിയിലുള്ള മൊത്തം വെള്ളം തെറിച്ചിട്ടുണ്ടാവും. മൊത്തം അടി മൊത്തം കഴുകി ഇനിയിപ്പോൾ തുടച്ച് ഉണക്കിയെടുക്കണം. പോന്നോട്ടെ. പോട്ടെ 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 പോട്ടെ. വൈഫാ ഓടിക്കുന്നത്. ഈ പാർക്കിങ്ങിലിട്ടാ ലൈറ്റ്. അല്ലടി മറ്റേ ലൈറ്റ് ഒന്ന് കുറക്ക്. മറ്റേ ഫോഗ് ലൈറ്റ് ഓഫ് ആയിക്കളാ. ഫോഗ് ലൈറ്റ് നമ്മളെ സെൻറ്ററിലെ ബട്ടണ് അല്ല, ഒരു പച്ച കത്തുന്നുണ്ടാവും അവിടെ നിന്ന്. നമ്മളെ ഡാഷ് ബോർഡിൽ നിന്ന് ഒരു പച്ച കത്തുന്നുണ്ടാവും. അതന്നെ. ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടാ നല്ല രസമുണ്ട്. ഹസാർഡ് സെറ്റാ. വണ്ടി അങ്ങനെ കഴുകി തിളക്കിയിട്ടുണ്ട്. നമ്മളെ നീലയാക്കിയേട്ടാ കളറ്. നല്ലോണം ഒന്ന് റേസ് ചെയ്തിട്ട് ഓഫ് ആയിക്കളാം. തുടച്ച് വൃത്തിയാക്കട്ടെ. വണ്ടി കഴുകി തുടച്ച് തിളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതുവരെ വൈപ്പർ മാറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ വൈപ്പർ മാറ്റാൻ പോയപ്പോൾ പിന്നെ ഞായറാഴ്ച കൊണ്ട് വൈപ്പറില്ല, ഒരു ഷോപ്പും തുറന്നിട്ടില്ല. പിന്നെ വേറെ എന്തായിരുന്നപ്പോൾ മാറാൻ വിചാരിച്ചേ. വേറെ നമുക്ക് നല്ലൊരു ഫൂട്രസ്റ്റ് സംഘടിപ്പിക്കണം. എനിക്ക് ഈ ഫൂട്രസ്റ്റ് ഒഴിവാക്കിയിട്ട് സ്ട്രെയിറ്റ് ഫൂട്രസ്റ്റ് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ ചില DIY പരിപാടികളുണ്ട്, ഞാൻ നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഈ മാസം തന്നെ ഇൻഷാ അല്ലാഹ് വരും. അതുപോലെ നമ്മളെ ലോഗോ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. തുടക്കാൻ കുറച്ച് സ്ഥലങ്ങൾ കൂടെ ബാക്കി കാണുന്നു ഗൈസ്. മേലെ തുടച്ചിട്ടില്ല.
അത് നമ്മളെ ഫൂട്രസ്റ്റ് ചവിട്ടും വിളകുന്നുണ്ട്. ആരൊക്കെ ഉരുണ്ട് വീഴാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റണം ഇൻഷാ അല്ലാഹ്. നല്ല തണുപ്പ് പിടിച്ചിട്ട് ഉള്ളിൽ ആവി പിടിക്കുന്നുണ്ടോ.